സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ധനസ്ഥിതിയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുമൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അവസ്ഥയാണുള്ളത്. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് പലപ്പോഴും നേരത്തെ വിമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ വരുമാനത്തെ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാൻ 15ാം ധനകാര്യ കമ്മീഷന്റെയും 14ാം ധനകാര്യ കമ്മീഷന്റെയും ഒക്കെ സമയത്ത് തന്നെ ചർച്ചകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. അത് ആധികാരികമായി പറഞ്ഞത് അന്ന് PMOയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, പിന്നെ നീതി ആയോഗിന്റെ CEO ആയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു. ഇതിനകത്ത് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ്. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറേയേറെ മുന്നോട്ട് പോയി കുറേയേറെ കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ഭരണഘടനാ പ്രൊവിഷൻസ് എല്ലാം വെച്ചിട്ട് 25ാം തീയതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങളും വായിച്ചിട്ടുണ്ട്. അതിന്റെ കേസ് കോടതി നിൽക്കുകയാണ്. 8ാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാര്, MLAമാരെല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു പ്രക്ഷോഭം, ഈ വലിയ സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരു സമരം പ്രക്ഷോഭം ആലോചിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ സമരത്തിന്റെ ഡൽഹിയിലെ രൂപം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും കൂടി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷമാണ് ആ സമര പരിപാടി ആലോചിച്ചത്. അവർ ആലോചിച്ച് ഡേറ്റ് അറിയിക്കാം. അന്ന് ഈ സമരം ആലോചിക്കുമ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി അവരോട് പറഞ്ഞിരുന്നു, 9ാം തീയതിക്കകം ഈ സമരം നമുക്ക് നടത്തണം. ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ് ഞാനും. 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ യോഗത്തിന്റെ രാഷ്ട്രീയ രംഗത്തുനിന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവ്, ഉപനേതാവും. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു 9ാം തീയതി വരെയാണ് പാർലമെന്റ് സമ്മേളനം, അപ്പോൾ അതിനകത്ത് തീർക്കണം, ഈ സമരം നടത്തണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് നോക്കണം. അങ്ങനെ അവരുടെ വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് 8ാം തീയതി തീരുമാനിച്ചത്, LDF കൂടിയിട്ട്. ഇനി 8ാം തീയതി കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങളോട് ആലോചിച്ചു, ഞങ്ങൾ സഹകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്. അതിന് പറയുന്ന ന്യായം ഞങ്ങളോട് വിളിച്ച് ആലോചിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ ഡേറ്റ് പറയുന്നതിന് മുമ്പ് പറഞ്ഞു. ഡേറ്റ് പറയുന്നത് ഈ പറഞ്ഞ ഡേറ്റിനകത്ത് 9ാം തീയതിക്കകം ഒരു ഡേറ്റ് അല്ലാതെ വേറൊരു സാധ്യതയില്ല. ഏതായാലും ആ സമരം വെച്ചു. ആ സമരത്തിനകത്ത് ഇപ്പോൾ അവർ സഹകരിക്കുന്നില്ല. അതിന് പറയുന്ന ന്യായം ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം യോജിപ്പില്ല, ചില കാര്യത്തിലോ യോജിപ്പുള്ളൂ എന്നാണ്. അപ്പം ഇതിന്റെ പ്രശ്നം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷന്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ചുരുക്കുന്നതിനെപ്പറ്റി അന്ന് പറഞ്ഞപ്പോൾ അന്ന് സംബന്ധിച്ചില്ല ആദ്യഘട്ടത്തിലെന്ന് പറഞ്ഞ് നീതി ആയോഗിന്റെ CEO പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഏറ്റവും ശക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ ഒരാൾ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമായ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ശ്രീ സിദ്ധരാമയ്യയുടെ ട്വീറ്റ് നിങ്ങൾ കണ്ടു കാണും. വളരെ ശക്തമായിട്ട് അന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ഈ വാർത്തകൾ വരുന്ന ദിവസം ഞാൻ ചെന്നൈയിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ പറ്റിയും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെപ്പറ്റിയൊക്കെയുള്ള ഒരു സെമിനാർ, ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തിരുന്നു. ശ്രീ ചിദംബരം, മുൻ ധനകാര്യമന്ത്രി, അതുപോലെ പഴനിവേൽ ത്യാഗരാജൻ, ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ സ്ഥാപക എഡിറ്ററും ഡയറക്ടറുമായിട്ടുള്ള ശ്രീ TN നൈനാൻ തുടങ്ങിയവരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ശ്രീ ചിദംബരം പറഞ്ഞതും ഈ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം എടുക്കുന്നതിന്റെ സാമ്പത്തിക വശങ്ങളെ പറ്റിയാണ്. അതിനകത്ത് അദ്ദേഹം, ഞാനവിടെ പറഞ്ഞ ചില കണക്ക് കേട്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് അവിടെ പരസ്പരം സംസാരിക്കാറുണ്ട്. അദ്ദേഹം തന്നെ സദസ്സിനോട് പറഞ്ഞു, കേരളത്തിന് 3 വർഷം മുമ്പ് ആകെയുള്ള സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിൽ 46% കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട നികുതി വരുമാനമായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 29% ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. 29% ഉള്ളോ? അപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിൽ നിൽക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ഞാൻ പറഞ്ഞ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ 10-15 പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു. കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡെല്ലാം ഉണ്ട്, കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ ജീവനക്കാരുടെ സംഘടന, അവരുടെ തൊഴിലാളി സംഘടന, അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ട് പറയുക, ഈ ഗവൺമെന്റിനെതിരായിട്ട് പറയുക എന്നുള്ള മിനിമം അജണ്ട മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിന്റെ ഭാഗമായി രക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവിതവും
വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന BJP ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടുമുമ്പ് അവർക്കുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ കിട്ടി. അത് നിലനിർത്തുക എന്നുള്ള ആഗ്രഹമായിരിക്കും. ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും. പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്ത് ഇങ്ങനെ ആയല്ലോ. അപ്പൊ ഈ ഇന്ത്യയിൽ ഇപ്പൊ ഇന്നലെ രാമജന്മഭൂമി പ്രശ്നത്തെ എങ്ങനെയാണ് BJP രാഷ്ട്രീയവൽക്കരിച്ചതെന്നുള്ളത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, അത് ആ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പ്രശ്നം നമ്മൾ നേരത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, സാമ്പത്തിക രംഗത്ത് വലിയ അപകടം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരെ നിലപാടെടുക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലുള്ള, ഇവർ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ സാമ്പത്തിക രംഗത്തെ കാര്യത്തിനകത്ത് ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ഈ ശ്വാസമുട്ടലിന്റെ അടിസ്ഥാന കാരണം ഈ തരത്തിൽ ശ്രീ ചിദംബരം അടക്കമുള്ള ആളുകൾ, സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന കേരളത്തിനോടെയും ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടെയും കാണിക്കുന്ന നിലപാട് തിരുത്തണം. അങ്ങനെ തിരുത്തിയാൽ കേരളത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല. വാസ്തവത്തിൽ ഇവരൊക്കെ വിചാരിച്ചിട്ടും കേരളത്തെ തളർത്തി നിർത്തിയിടാൻ പറ്റുന്നില്ല. അതിന്റെ കണക്കുകൾ നിങ്ങളുടെ അടുത്തുണ്ട്. ഇത്രയും വെട്ടിക്കുറച്ചു. 57,000 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ളത് കൃത്യമായി വെട്ടിക്കുറച്ചതിന്റെ കണക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ ശമ്പളം മുടങ്ങാനോ ഇതെല്ലാം അടച്ചുകൂട്ടാനോ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ പോവാം. നല്ല സ്ട്രഗിൾ ചെയ്താൽ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നില്ല. ഒന്നും രഹസ്യമൊന്നുമില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, ആ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെന്റാണ് നമ്മൾ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും ഇങ്ങനെ 1-2 വർഷത്തെയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി ഒരു സമരത്തിന് കാരണമായിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ട് പലതവണ, ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. മുമ്പ് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു UDFന്റെ. ആ സമീപനമൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഇതെല്ലാം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കൊടുക്കാൻ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുകയും ചെയ്യും. പക്ഷേ 57,000 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള കണക്ക് വെറുതെ ഒരു കണക്ക് പറഞ്ഞല്ല. ഒന്നാമത്തെ വർഷം, ഈ ഗവൺമെന്റ് വന്നതിന്റെ ഒന്നാമത്തെ വർഷം 2021-ൽ 21-22-ൽ 21-ലുണ്ടായിരുന്ന ഇതിനേക്കാളും എത്രയോ അധികം ചെലവ് അടുത്ത വർഷം വന്നു. എന്നാൽ വരുമാനം 19,000 കോടി രൂപ ഉണ്ടായിരുന്ന ഗ്രാന്റ് വെട്ടിക്കുറച്ചു. 12,000 കോടി രൂപ ഉണ്ടായിരുന്ന ഈ GST കോമ്പൻസേഷൻ ഇപ്പം ഒന്നും തരുന്നില്ല. കടമെടുക്കാൻ ആ സമയത്ത് 5%, 4% വരെ എടുക്കാൻ പറ്റുന്നത് 3% ചുരുക്കി. ഇതിന്റെയൊക്കെ തുക നോക്കുമ്പോൾ, ഇത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ പണം വരും. എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഏതെങ്കിലും മേഖലയെ കുറച്ചിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, അന്നുണ്ടായിരുന്ന 1,38,000 കോടിയേക്കാളും എത്രയോ അധികം തുകയാണ് ഇപ്പോൾ ചെലവാക്കുന്നത്. ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും, ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും ഇത്രയും ചെലവാക്കുമ്പോൾ ഇനി കിട്ടാനുള്ളതിന്റെ പകുതിയെങ്കിലും അടിയന്തരമായി കിട്ടിയാൽ ഇപ്പോൾ ഉള്ള പ്രതിസന്ധികൾ കുറച്ച് ഈ തടസ്സങ്ങൾ ഒഴിവാകും. അപ്പോൾ അവിടെ ഞങ്ങളിതെല്ലാം കൊടുക്കാൻ കമ്മിറ്റഡ് ആണെന്ന് കൃത്യമായി പറയുകയും ആ രാഷ്ട്രീയം ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഈ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലയിലും ഒക്കെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് കണ്ണു തുറന്നു നോക്കാൻ പ്രതിപക്ഷവും ചില സംഘടനകളും തയ്യാറാവുന്നില്ല. മിനിഞ്ഞാന്നത്തെ മനോരമ ഞാൻ പറയുന്നത് മറ്റു പത്രത്തിലുണ്ട്. മനോരമ പത്രത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ മനോരമ പലപ്പോഴും ധാരാളം വിമർശനം പറയുന്ന ഒരു പത്രമായതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളേ. മറ്റു പത്രങ്ങളിലൊക്കെ വരാറുണ്ട്. ഓരോ ദിവസവും ഈ പത്രങ്ങളുണ്ട്. അതിന് വന്നൊരു വാർത്തയുണ്ട്. PSC നിയമനത്തെ സംബന്ധിച്ച് ഇന്ത്യയിലാകെ നടന്ന ഏകദേശം ജൂലൈ ടു ജൂലൈ ആണ്. അതിനകത്ത് ഏകദേശം ഇന്ത്യയിലാകെ നടന്ന അപ്പോയിന്റ്മെന്റിന്റെ 60%, ആ കണക്ക് ഞാനെടുത്ത് അയച്ചു തരേണ്ട കാര്യമില്ല, പത്രത്തിൽ വന്നാണ്, 60% കേരളത്തിലാണ് നടന്നത്. ഇതിനു മുമ്പ് പാർലമെന്റിൽ ഒരു മറുപടി കൊടുത്തു. കഴിഞ്ഞ 6 മാസക്കാലത്ത്, ആ പീരീഡ് വെച്ചിട്ട് 6 മാസക്കാലത്ത് ആകെ നടന്ന അപ്പോയിന്റ്മെന്റിൽ 25,000 PSC വഴി എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന അപ്പോയിന്റ്മെന്റ്. അത് 19,000 കേരളത്തിലാണ്. ഇപ്പൊ PSC വഴി അപ്പോയിന്റ്മെന്റ് നടക്കുന്ന കേരളത്തിലാണ്. ഇപ്പൊ ഞാനീ പറഞ്ഞ വാർത്ത, മനോരമ വന്ന വാർത്ത, അത് ഇന്ത്യയിലെ PSCകളുടെ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി എടുത്ത കണക്കാണ്. ആ കണക്കിൽ ഏതാനും 10,000-60,000 എങ്ങാണ്ട് കണക്കാണ്. അതിനകത്ത് 60%-ലധികവും ഈ 3% ആളുള്ള കേരളത്തിലാണ് നടത്തിയത് എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ജീവനക്കാരോട്, ചെറുപ്പക്കാരോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ലക്ഷണമാണ്. നമ്മൾ സാമൂഹ്യക്ഷേമ രംഗത്തുള്ള പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കേരളത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനം, ജീവനക്കാര്, ആകെയുള്ള സാമൂഹ്യ വികസന രംഗം ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ
കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയമായ ചെറിയ ചെറിയ താല്പര്യത്തിന് അതീതമായി കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കണം. അത് പറയാൻ തന്നെയാണ് ഡൽഹി സമരത്തിന് എന്തെല്ലാം UDF തീരുമാനിച്ചെങ്കിലും അവർ ഈ സമയം എന്തായാലും 9-നകത്തേ പറ്റൂ. ഡൽഹി സമരത്തിന് UDFും പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത് ആരുടെയും ഒരു ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പ്രശ്നമല്ല. കേരളത്തിന് കിട്ടാനുള്ള 50,000 കോടി രൂപ ഒരു വർഷം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ 50,000 കോടി രൂപ താഴോട്ട് ചെലവാക്കുമ്പോൾ അതിന്ന് 1-2 ലക്ഷം കോടി രൂപ ആളുകളുടെ ഇടയിലേക്ക് പലതവണ മറിച്ച് ചെല്ലുമ്പോൾ എന്തും വേണ്ടി മാറ്റം ഉണ്ടാവും കേരളത്തിൽ. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തെ വലിയ തോതിൽ തടയുന്ന തരത്തിലാണ് പണം വെട്ടിക്കുറയ്ക്കുന്നത്. അതെല്ലാം മേഖലയിലും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം. നമുക്ക് നാട്ടിലെ ജനങ്ങളുടെ തൊഴിലും ജീവിതവുമാണ് പ്രശ്നം. അക്കാര്യത്തിനകത്ത് സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പോലെ അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ പ്രതിപക്ഷത്തിന്റെയും സഹകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രസമ്മേളനത്തിലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നേരത്തെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് എന്റെ വിനീതമായ അഭ്യർത്ഥന ഈ കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 50,000 കോടി രൂപ നഷ്ടപ്പെട്ടാൽ 2, 3, 4 വർഷമാകുമ്പോൾ 2 ലക്ഷം കോടി രൂപ കേരളത്തിൽ വരേണ്ടത് കേരളത്തിൽ വരില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും, മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് തന്നെ കിട്ടണമെന്നില്ല, കോർപ്പറേറ്റുകളുടെ പല ഇതിനും ഉള്ള പദ്ധതികൾക്ക് പോകും. അതുകൊണ്ട് ആ കാര്യം പറയാനാണ് വിളിച്ചത്. ബഡ്ജറ്റിന്റെ തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ ഈ കാര്യം കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് 8-ാം തീയതി നടക്കുന്ന കേരളം ആകെ ഒരുമിച്ച് ചേർന്ന് നടത്തേണ്ട ഈ വലിയ പ്രക്ഷോഭം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയണമെന്നുള്ളതുകൊണ്ടാണ് വിളിച്ചത്. നാളെ നടക്കുന്ന സമരം തീർച്ചയായിട്ടും പിന്നെ ആ സമരം ഇപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. കേന്ദ്രം തരണ്ട ഈ കാര്യത്തെ സംബന്ധിച്ച് സമീപനമെടുത്ത് കേന്ദ്രത്തിനെതിരായി ഒരുമിച്ച് കേന്ദ്രത്തിന്റെ നിലപാട് തിരുത്തി ഈ പണം നമുക്ക് തരണമെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കണം. കാരണം ഇതെല്ലാം കൃത്യമായി കണക്കുള്ളതാണല്ലോ. ആ പണിമുടക്കൊണ്ട് വെറും രാഷ്ട്രീയമായ കാര്യമാണ് ചെയ്യാൻ പറ്റുക. ആരൊക്കെ ചേർന്ന BJP ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തിൽ BJPയും കോൺഗ്രസും കൂടെ അല്ലേ? BJP ഇല്ലാതുണ്ടോ? ഇതെല്ലാം ചെയ്യുന്ന വേട്ടക്കാരന് ഒപ്പം വേട്ടമൃഗത്തിനൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന് പറയുന്ന പോലെയാ. അവിടെ ഇത് കൊടുക്കാതിരിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് ഇവിടെ സമരം ചെയ്യുക. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷത്തിനെയും ഇന്ത്യയിലെ മുഴുവൻ വ്യത്യസ്ത അഭിപ്രായങ്ങളെയും, പ്രതിപക്ഷത്തിനെ അല്ല, പത്രക്കാർക്കുൾപ്പെടെ വ്യത്യസ്ത അഭിപ്രായം പറയാവുന്ന സാമൂഹ്യ സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിൽ അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് നമ്മുടെ സംസ്കാരത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ ഭാവിയുടെ എല്ലാം പ്രശ്നമാണ് എന്ന് കരുതി കേരളത്തിലെ UDF ഉത്തരവാദിത്തമുള്ള പാർട്ടി എന്ന നിലയിലാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ളവരും ചേർന്ന് ചെയ്യേണ്ടതാണ്. അതിനു പകരം ഇതിന്റെ കൂടെ ഇതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ കൂടി സപ്പോർട്ട് ചെയ്ത് അതിന്റെ കൂടെ സമരം ചെയ്യാൻ പോകുന്ന എന്താ കാര്യം? അല്ല, അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. സാധാരണഗതിയിൽ ഏത് സമരത്തിനു മുമ്പ് ഗവൺമെന്റിന് നിങ്ങളെല്ലാവരും സമരം ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ ഓർഡർ ഇറക്കുന്നത്. സമരം ചെയ്യുന്നതിന് നമ്മുടെ നിയമം അനുസരിച്ചിട്ട്, കേരളത്തിന്റെ സർക്കാർ നിയമം അനുസരിച്ച് ആര് സമരം ചെയ്താലും ആ സമരത്തിന് മുമ്പുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ അതൊരു മാനദണ്ഡം. അത് ഭരണകക്ഷി പ്രതിപക്ഷമൊന്നും നോക്കിയല്ല, പണിമുടക്ക് പോലുള്ള കാര്യങ്ങളിൽ. അതിനകത്ത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷേ പ്രശ്നം എന്താ? സാധാരണ സർക്കാർ ജീവനക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോവിഡ് സമയത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ശമ്പള പരിഷ്കരണം നടത്തിയില്ല. കേരളത്തിൽ ശമ്പള പരിഷ്കരണമോ പെൻഷൻ പരിഷ്കരണമോ ആ സമയത്താണ് നടത്തിയത്. അത് കഴിയുമ്പം DAയുടെ പ്രശ്നം വരുന്നുണ്ട്. DA അതിനുശേഷം കൊടുക്കാനുണ്ട്, കുറച്ച് DAകൾ കൊടുക്കാനുണ്ട്. ഇത് നേരത്തെ ഇങ്ങനെ കൊടുക്കാത്ത പിന്നീട് ഒരുമിച്ച് കൊടുക്കുന്ന അവസ്ഥയുണ്ട്. കൊടുക്കുമെന്ന് പറഞ്ഞു, ഇതൊന്നും ഒളിച്ചു വെച്ചിട്ടല്ല. DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഘട്ടമായി കൊടുക്കും. ഗവൺമെന്റ് ആ കാര്യത്തിനാണ് ശ്രമിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ പണം വെട്ടിക്കുറച്ച് നമ്മുടെ ഇത്ര 57,000 കോടി വെട്ടിക്കുറച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വർദ്ധിപ്പിച്ച സംസ്ഥാനം കേരളമായതുകൊണ്ടാണ് എത്രയോ പ്രാവശ്യം വന്ന വാർത്തയുണ്ട് കേരളത്തിലെ ശമ്പളം നിന്നു പോകും. ഏറ്റവും കൂടുതൽ വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമായതുകൊണ്ടാണല്ലോ ആ മേഖലയിലൊന്നും തടസ്സം വരാതിരിക്കുന്നത്. പക്ഷേ ആ തടസ്സം വരാതിരിക്കുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പണം കേരളത്തിന്റെ പെട്ടിക്കകത്തുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടാനുള്ളതിന്റെ 1/3 പണം തരാതെ അവിടെ വെച്ചേക്കും. ആ പണം മേടിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ? പത്രക്കാരുടെയും വലിയ പ്രവർത്തനം അതിനാ വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ മേഖലയിലും ബാധിക്കുന്നതാണിത്. ഇത് വിവിധ സംസ്ഥാനത്തെ ഇതിന് സഹകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും ക്ഷണിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ വരേണ്ടതാണ്. എന്തായാലും BJP മുന്നണിയിലെ ആളുകൾ ഇതിന് വരില്ലല്ലോ.
ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ മാനസികമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം. കേരളത്തിലെ ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എല്ലാ ഗവൺമെന്റിനും ഞങ്ങൾ ഇന്ന കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഇന്ന കാര്യങ്ങളാണ് കിട്ടാൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിവിധ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ കേരളത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണല്ലോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന 41% ഇപ്പോൾ ആകെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ താഴോട്ട് കൊടുക്കുന്നത്. ആ താഴോട്ട് കൊടുക്കുന്ന വരുമാനം 41 എന്നുള്ളത് 32 ആക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ്. ആ പറഞ്ഞാരാ? നമ്മളാരും അല്ല, വളരെ ആധികാരികമായ ആളുകൾ പറഞ്ഞു എന്നാണല്ലോ വാർത്ത. അപ്പൊ ക്ലിയർ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്ന് വന്ന് വീഴുകയാണ്. ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട പത്രങ്ങളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും തന്നെ പറഞ്ഞു, ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പറയുന്ന കാര്യം ശരിയാണല്ലോ. ഈ പറഞ്ഞ തെളിവ് നേരെ വന്ന് വീഴുമല്ലേ? ഈ തെളിവ് വന്ന് വീഴുന്നു എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഭാഷയിലെ തെളിവല്ല, ജനങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇവർ പറഞ്ഞത് തന്നെ. പക്ഷേ അത് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് പ്രസിദ്ധീകരിച്ചത്. ആ പ്രധാനപ്പെട്ട പേജിൽ നിന്നൊക്കെ അത് മാറ്റിയെന്ന് വന്നു. അത് പിന്നെ ബ്ലോക്കാക്കി എന്നുള്ള വാർത്തയും കേട്ടു. പത്രങ്ങളിൽ വരുന്ന വാർത്ത പോലും പലപ്പോഴും പുറത്തു വരുന്നില്ല. അപ്പൊ ഇത് ഈ സംഭവം എല്ലാവരും ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചിലപ്പം ഈ ഇത്തരം കാര്യങ്ങൾ ഓപ്പണായിട്ട് വന്നില്ലെങ്കിൽ അവരെയും ബാധിക്കുന്നതാണ് ഈ വരുമാനത്തിന്റെ പ്രശ്നം. വലിയ തോതിൽ ബാധിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി വിഷയം കോടതിയിലും ഇന്ത്യക്ക് എത്തിക്കുന്ന അവസരം ഈ ഒരു സമരം നമ്മൾ ഒരു നിയമ വഴിയിലേക്ക് നീങ്ങുകയല്ലേ? അപ്പോൾ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയമായിട്ട് വിമർശിക്കുന്നതിന് കാരണം അതായിരിക്കും. അങ്ങനെയല്ല. കാരണം നിയമപരമായ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് കോടതിയിൽ പോകുന്നതും പ്രക്ഷോഭവും. ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നതും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള നിലപാടിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയാ. കാരണം ജനങ്ങളുടെ അടുത്ത് ഇത് പറയാൻ വേണ്ടിയിട്ടാണല്ലോ. കോടതി ആയാലും ബാക്കി കാര്യങ്ങളും ആയാലും ടെക്നിക്കൽ കാര്യങ്ങൾ കൊണ്ട് മാത്രം എല്ലാ കാര്യവും ഈ നാട്ടിൽ പിന്നെ ചെയ്യാൻ പറ്റുമോ? ടെക്നിക്കലായ കാര്യങ്ങളും നിയമപരമായ കാര്യങ്ങളും നമ്മൾ നടത്തും. പക്ഷേ വലിയ തോതിൽ ബഹുജനങ്ങളുടെ അടുത്തേക്ക് എത്തണം. ഇന്നിപ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്കെല്ലാം അറിയാമല്ലോ. നവകേരള സദസ്സിന്റെ തന്നെ ഭാഗമായി പ്രധാനമായിട്ട് ഇക്കാര്യം പലതും നമ്മൾ പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം എടുത്ത് പറഞ്ഞു. കേരളത്തിന് കിട്ടേണ്ടതിനകത്ത് വലിയ തോതിൽ വെട്ടിക്കുറവുണ്ടെന്നുള്ളത് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന തരത്തിലേക്ക് കേരളത്തിൽ അറിയാം. അപ്പം അത് അത്രയും ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുമ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും അത് സപ്പോർട്ട് ചെയ്യുമ്പം കേന്ദ്ര ഗവൺമെന്റിനും ഭാവിയിൽ അവരുടെ നയങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേസ് പോകുന്നതും സമരവും ഇത്തരം പ്രചരണവും എല്ലാം പരസ്പര ബന്ധിതം തന്നെയാണ്. തടയുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത തന്നെ ഇപ്പോൾ നമുക്ക് 2017 മുതലാണ് ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കണക്കെടുക്കാൻ തുടങ്ങി. അതായത് ട്രഷറി കിടക്കുന്ന പണം മുമ്പ് ഈ കടത്തിന്റെ പരിധി വരുന്നതായിരുന്നില്ല. ട്രഷറി പണം കിടക്കും സാധാരണ വലിയ പണമല്ല. നമ്മൾ കുറേ പേരൊക്കെ പിന്നെ സർക്കാർ ജീവനക്കാരോ അല്ലാത്തവരോ നമുക്ക് ഡെപ്പോസിറ്റ് ഇടുമ്പം 0.5% പലിശ, ചെറിയ പലിശ അധികം ഉണ്ടല്ലോ അവിടെ. മാത്രമല്ല ഏറ്റവും സുരക്ഷിതമായ ലോകത്തെല്ലാം ഒന്നാമത്തെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഫണ്ട് ഏതാ? സർക്കാർ ഫണ്ടാണ്. സർക്കാരിന്റെ ബോണ്ടും സർക്കാരിന്റെ ട്രഷറി. അപ്പോൾ അതിൽ കിടക്കുന്ന പണം സാധാരണഗതിയിൽ നമ്മുടെ ബോറോയിങ് ആയിട്ട് കരുതുന്നതല്ല. പിന്നെ ബോറോയിങ്ങിനെ സംബന്ധിച്ചാൽ ഇത്രയും നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 3% എടുക്കാവുന്നുള്ളൂ എന്നാണ് നിയമമെങ്കിലും 6.4 ആണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത്. ഇങ്ങനെ ഓരോ പ്രാവശ്യം അവരധികം എടുക്കുകയാണ്. നമ്മളെക്കാളും അധികം, സ്റ്റേറ്റുകളെക്കാളും. അപ്പോൾ ഈ ട്രഷറി കിടക്കുന്ന പണത്തിനകത്ത് നമുക്കിപ്പോൾ ഇവർ കൊണ്ടുവന്നതിന് ശേഷം പബ്ലിക് അക്കൗണ്ട് എന്നുള്ള സിസ്റ്റം, പബ്ലിക് അക്കൗണ്ടുള്ള പണവും നമ്മുടെയാന്ന് പറഞ്ഞു. ഈ വർഷത്തെ ബോറോയിങ്ങിന്റെ പരിധി നിശ്ചയിച്ചപ്പോൾ 13,000 കോടി നമ്മൾ ട്രഷറിയിൽ നിന്ന് എടുക്കുമെന്നാണ് അവരൊരു കണക്ക്. കാരണം അങ്ങനെ ഒരു 3 വർഷത്തെ ആവറേജ് എടുക്കുമ്പോൾ ആ 3 വർഷത്തെ ആവറേജ് എടുത്തത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു തുകയും കൂടി ട്രഷറി വന്നതിൻ്റെ നമ്മൾ അതിനകത്ത് ക്രെഡിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ ആവറേജ് ഉണ്ട്. അപ്പോൾ 13,000 കോടിയാണ് ഒരു വർഷം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ 9,000 ചില്ലാനും കോടി എടുത്തുള്ളൂ. ഈ വർഷം ഇതുവരെ 6,000 കോടി താഴെ എടുത്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു ഈ 9,000 കോടി എടുത്തുള്ളൂ. അക്കൗണ്ടന്റ് ജനറലിന്റെ കണക്കുൾപ്പെടെ നമ്മൾ ഞങ്ങൾ കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ 4,000 കോടി എന്തായാലും ഉണ്ടല്ലോ, ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. മാത്രമല്ല എടുക്കാൻ എലിജിബിളാണ്. ഈ വർഷം കിട്ടേണ്ടത്, ഈ വർഷത്തെ നിത്യനിദാന ചെലവിന് വേണ്ട പണം അടുത്ത വർഷം അക്കൗണ്ട് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അഥവാ ഈ വർഷം തരുന്നത് കൂടിപ്പോയി അടുത്ത വർഷം കുറയ്ക്കാമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ മാസം കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ഹോട്ടലിൽ കൊടുക്കാനും പലചരക്കടയിൽ കൊടുക്കാനുള്ള പണം ഈ മാസം കിട്ടിയാലേ കാര്യമുള്ളൂ. നിങ്ങൾ ശമ്പളം മേടിച്ചിട്ടില്ല, പക്ഷെ അക്കൗണ്ട് അടുത്ത വർഷം നോക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാനേജ്മെന്റ് പൈസ തന്നില്ലേ, നിങ്ങൾ എന്ത് ചെയ്യും? കൈക്കടം മേടിക്കാം. ആ കൈക്കടം മേടിക്കാനും അവകാശമില്ല.
1 രൂപ എടുക്കാനോ 1 രൂപ ഇവിടെ നിന്ന് മേടിക്കാനോ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പാടുണ്ടോ? പിന്നെന്താ ഈ സ്റ്റേറ്റുകളുടെയൊക്കെ അവകാശം? അപ്പൊ എടുക്കാത്ത പണം നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് ആ ട്രഷറി കിടക്കുന്ന പണം റിലീസായി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണം ഇങ്ങോട്ട് റിലീസ് ചെയ്യണ്ട, ആ 4000 കോടിയും കൂടെ നമ്മൾ കടമെടുത്തിട്ടില്ല. നമ്മുടെ കയ്യിൽ അത്ര കുറച്ചേ വന്നിട്ടുള്ളൂ. 4000 കോടിയും കൂടെ കിട്ടേണ്ടതും കൂടെ തരുന്നില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കത്തിനെ പറ്റിയുള്ള കാര്യം. ഇങ്ങനെ അങ്ങ് പിന്നെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ പറ്റുക? നമ്മുടെ സാമ്പത്തിക രംഗത്തെ ദൃഢീകരണത്തിൽ ഏറ്റവും നന്നായി ചെയ്തു എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റും പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3% എടുക്കാവുന്നതിന് പകരം 2.5% എടുക്കാനേ സമ്മതിച്ചുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. ഗ്യാരണ്ടികൾക്കൊന്നും അങ്ങനെ കൊണ്ടുവരുന്നതിന് യാതൊരു നിയമവും ഇല്ലല്ലോ, അങ്ങനെ യാതൊരു സാങ്കത്യവും ഇല്ല. അത്തരം കാര്യങ്ങൾ കൊണ്ടുവരിക, ഇത് ഒന്നും ചെയ്യണ്ടെന്ന് പറയുന്ന തരത്തിലേക്ക് ആലോചിക്കുന്നുള്ളൂ പറഞ്ഞൂടാ. ഗ്യാരണ്ടികളുടെ കാര്യത്തിനകത്തൊന്നും അങ്ങനെ ഒരവസ്ഥയും ലോകത്ത് എവിടെയും വന്നിട്ടില്ല. ലോകത്ത് എവിടെയും തന്നെ പറയേണ്ടി വരും. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി തിരിച്ചു കൊടുക്കുകയും നമുക്കൊരു ഗ്യാരണ്ടി മാത്രമാണല്ലോ. ഗ്യാരണ്ടി കമ്മീഷൻ സർക്കാർ മേടിക്കുക. അതിന് സാധാരണഗതി ഒരു സാധാരണ സാമ്പത്തിക നയവും നിയമവും അനുസരിച്ച് വരേണ്ടതല്ല. നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ഉൽപാദനം വർദ്ധിച്ചില്ലെങ്കിൽ, വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, സ്വകാര്യ മൂലധനം ഉൾപ്പെടെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ എക്കണോമി ചലിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ലോകത്താകെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു റിസഷനെ പറ്റിയുള്ള വാർത്ത വന്നു. പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും കുട്ടികളെ എടുക്കുന്നതിന് ഇൻടേക്ക് കുറച്ചു. സർവകലാശാലകളെ പറ്റി ഇന്നലെ വാർത്ത വന്നു. വിദേശ സർവകലാശാലകൾ കുട്ടികൾ കുറയുന്നു, അവിടെ പിന്നെ ഫീസ് കൂട്ടുന്നു അവിടുത്തെ തദ്ദേശീയ കുട്ടികൾക്ക്. അങ്ങനെ എക്കണോമി വലിയ 23, 24, 25 വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളെ കൂടുതൽ ആക്ടിവൈസ് ചെയ്യുകയും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടുതൽ പണം നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഇവിടെ ഈ തരം കാര്യങ്ങളിലൂടെ കൊണ്ടുവന്നാൽ അതോടുകൂടി ഇന്ത്യൻ എക്കണോമി ആകെ വല്ലാതെ ഒരു കൂട്ടിലിട്ട പോലെ ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് അത് ചെയ്യുന്നതൊന്നും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ തോതിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കും. GST, IGST കോമ്പൻസേഷൻ വലിയ കുടിശ്ശികയൊന്നും ഇപ്പം ഇല്ലില്ല. ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ഈ കുടിശ്ശിക എന്നുള്ളത് നേരത്തെ കുടിശ്ശിക കിട്ടാനുള്ളത്. നമ്മുടെ പ്രശ്നം എന്താ? GST എന്ന് പറയുന്നതിനകത്ത് തന്നുകൊണ്ടുവന്ന് കോമ്പൻസേഷൻ നിർത്തരുതെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ കോമ്പൻസേഷൻ 5 വർഷമായപ്പോൾ അവർ നിർത്തി. കഴിഞ്ഞ 1 വർഷം മുമ്പ് കോവിഡ് വന്നു, പ്രളയം വന്നു, ഇതെല്ലാം വന്നപ്പോഴത്തേക്കും എക്കണോമി ഒന്നും സജീവമായി വന്നില്ല. അതുകൊണ്ട് അത് നിർത്തരുതെന്നുള്ള നമ്മുടെ ആവശ്യം അവർ അംഗീകരിക്കുന്നില്ല. പല സ്റ്റേറ്റുകളും പറഞ്ഞു അത് അംഗീകരിക്കുന്നില്ല. കുടിശ്ശികയൊന്നും വലിയ തോതിലുള്ള കുടിശ്ശിക വലിയ തോതിലില്ല. എൻ്റെ അക്കൗണ്ടിലൊന്നും വലുതായിട്ടില്ല. അല്ല, DAയുടെ കാര്യത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, DA 3-4 ഗഡു DA കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും അല്ലെങ്കിൽ മിക്ക സംസ്ഥാനങ്ങളും ശമ്പള പരിഷ്കരണം നടത്താത്തുള്ളൂ. 1-2 സംസ്ഥാനങ്ങൾ മാത്രമേ ശമ്പള പരിഷ്കരണം ഉള്ളൂ. പല സംസ്ഥാനങ്ങളിലും വളരെ സീനിയർ ഓഫീസേഴ്സ്, IAS ഓഫീസേഴ്സിനുൾപ്പെടെ സംസ്ഥാനമാണല്ലോ ശമ്പളം കൊടുക്കുന്നത്. IAS അങ്ങോട്ട് കയറണം. ഞാൻ സ്റ്റേറ്റുകൾ പറയുന്നില്ല. അവർ പറഞ്ഞ് 2-3 മാസമൊക്കെ താമസിക്കുന്ന അവസ്ഥ ചില സ്റ്റേറ്റുകളിലുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പെർസെന്റേജ് ഓഫ് നികുതി വിഹിതം തരുന്ന സ്റ്റേറ്റാണ് ഇപ്പോൾ കേരളം. എന്നിട്ടും അവിടുന്ന് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ശമ്പള പരിഷ്കരണം നടത്തി. 25,000 കോടിയോളം അധിക ബാധ്യത ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് വന്നു. ഇത് നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം DAയുടെ ചില ഗഡുക്കളുണ്ട്. ആ ഗഡുക്കൾ കൊടുക്കില്ല എന്നല്ല, DA എല്ലാം കൊടുക്കുമെന്ന് തന്നെയാണ്. DA കൊടുക്കണ്ടെന്നൊരു അഭിപ്രായമില്ല. പക്ഷേ DA കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചാൽ പോരാല്ലോ, പണം കൊടുക്കണമല്ലോ. അതിനനുസരിച്ച് ഓരോ ഘട്ടമായിട്ടാണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും യാതൊരു തർക്കവും ഇല്ല. ജീവനക്കാരുടെ പൊതു പ്രശ്നങ്ങളിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ സമീപനം എടുക്കുന്ന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാർ. അതിന് മാത്രം മാറ്റവും ഇല്ല. ഈ പ്രതിപക്ഷമായിട്ട് അവർ വളരെ ശക്തമായിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞല്ല നിൽക്കുന്നത്. ഞാനതാ പറഞ്ഞേ, ഈ ഒരു ഡേറ്റ് ആലോചിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ ഉപനേതാവിനെ ഉൾപ്പെടെ വിളിച്ച് സംസാരിച്ച് നിങ്ങൾ ഇതിനകത്ത് സഹകരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പല കാര്യങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിയോജിപ്പ്. ആ വിയോജിപ്പ് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വലിയ അടിസ്ഥാനമില്ല എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരസ്യമായി കത്തൊക്കെ അയക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും പിന്നെ അവർക്കങ്ങ് LDFനെ അനുകൂലിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയമായി എതിർക്കേണ്ടി വരും. പക്ഷെ കേരളത്തെ എതിർക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ കേരളത്തോടെ താല്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷം ഈ സമരത്തിന് യോജിക്കുകയാണ് വേണ്ടത്. അവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് യോജിപ്പ് കാണിക്കണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമുണ്ട്, UDFന് അവരുടെ രാഷ്ട്രീയമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ദേഷ്യത്തിന്റെ ഭാഗമായിട്ടല്ല പ്രവർത്തിക്കേണ്ടത്. കേരളത്തോടെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സിദ്ധരാമയ്യയും
ചിദംബരവും അടക്കമുള്ള ഏറ്റവും സീനിയറായ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിവിധ സംഭാഷണങ്ങളിൽ പറഞ്ഞ അവർ ഈ രംഗത്തെ ഒരാൾ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ കൂടിയാണ് കർണാടകത്തിൽ. മറ്റേദ്ദേഹം ദീർഘകാലം കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആളാണ്. അവർ കോൺഗ്രസിന്റെ ഏറ്റവും ടോപ്പ് നേതാക്കന്മാർ. അവരുൾപ്പെടെ പറഞ്ഞ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനത്തെ എങ്ങേറ്റം അല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. നിങ്ങളിപ്പോൾ 57,000 കോടി രൂപ തരാനില്ല, എന്നാൽ പിന്നെ ഞങ്ങൾ 20,000 കോടി രൂപയ്ക്ക് കൂടെ ചേരാം എന്നും വേണേ പറയാമല്ലോ, അവർക്ക് വേണമെങ്കിൽ. ഇഷ്യൂ കേരളത്തോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളിൽ തുറന്ന് സമീപനം എടുക്കും, കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ പറയും. പക്ഷെ അവർക്ക് ആരോടാണ് താല്പര്യം? അതുകൊണ്ടാണ് പറഞ്ഞ പണിമുടക്കിനെ അടക്കം പിന്തുണയ്ക്കുന്നത് BJP സംഘടനകളും ഈ ദിവസം ഇല്ലേ? BJP സംഘടനകളും ഈ ദിവസം പണിമുടക്കുന്നുണ്ടല്ലോ. അതിന്റെ കൂടെ ചേരുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ മതി നിങ്ങൾ. രാഷ്ട്രീയമായിട്ട് അങ്ങനെ ചെയ്യുമോ? നിങ്ങളെ ഇപ്പം പൊതുവിൽ ഓരോ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈ സ്റ്റേറ്റിൽ നിന്ന് പറയുന്നതിൻ്റെ പ്രശ്നങ്ങൾ കാണുമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞ ഇഷ്യൂ അവർ പറയുന്നത് കൃത്യമല്ലേ? ഇഷ്യൂ അവർ പറഞ്ഞത് ഈ പറഞ്ഞ എഡിറ്റേഴ്സിൻ്റെ ഒരു പിന്നെ ആ ഇനിഷ്യേറ്റീവിൻ്റെ പത്രവാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അതിശക്തമായിട്ടാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് വന്നത്, വളരെ ശക്തമായിട്ടാണ്. അതുപോലെ പല നേതാക്കന്മാരും പറഞ്ഞു. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, അതൊരു സ്റ്റേറ്റിന്റെ പ്രശ്നമാണ്. കർണാടകത്തിനും വലിയ തോതിൽ കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് കുറച്ച് കുറവ് വന്നൊരു സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെല്ലാം പറയുന്നു എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അത് റിഫ്ലക്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതൊത്തിരി അങ്ങ് പറഞ്ഞതാണ്, അത്രയ്ക്കും വേണ്ടി ഒന്നും ഇല്ല. കേരളത്തിനകത്ത് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ബഡ്ജറ്റിന് ഇനിയും കുറച്ച് ദിവസമുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക രംഗം കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. വ്യക്തിപരമായി ധനകാര്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം, കേരളത്തിന്റെ എക്കണോമി മെച്ചപ്പെടണമെന്ന ഒറ്റ ആഗ്രഹമാണ് അടിസ്ഥാനപരമായി എനിക്കുള്ളത്. അതിനകത്ത് എല്ലാ ആളുകളെയും നമ്മൾ വിളിച്ച് സംസാരിക്കുന്നതിന് ഭാഗമായി നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെയും നിർദ്ദേശങ്ങൾ എങ്ങനെ നമുക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കാം. മൊത്തം പശ്ചാത്തലം നോക്കണം. ഈ വർഷം ഇന്ത്യയിൽ ആകെ എക്കണോമി റിസഷൻ സാമ്പത്തിക രംഗത്തുണ്ട്, കച്ചവടത്തിലും മറ്റതൊക്കെ കുറവ് വരുന്നുണ്ട്, ലോകത്താകെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ധാരാളം പിന്നെ ഈ പുറത്തേക്ക് പോകുന്നതും വരുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറേ വ്യത്യാസങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന ഒത്തിരി പറഞ്ഞല്ലോ. പക്ഷേ ഈ കേരളത്തിനകത്ത് ധാരാളം കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിനകത്ത് പലരും പുറത്തു പോയവർ തിരിച്ചു വന്നിട്ട് പല മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് അനുകൂലമായ പല മേഖലകളുണ്ട്, അവിടെയൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് നല്ലതുപോലെ ഒരു എല്ലാവരും ചേർത്തൊരു വികസന കാര്യങ്ങൾ വേണമെന്നേ ഉള്ളൂ നമുക്ക്. അതിനകത്ത് ഏതെങ്കിലും ഒരു ടാക്സ് ഒക്കെ ചിലത് വളരെ പരിമിതമല്ലേ ടാക്സ് കൂട്ടാനൊക്കെ ഉള്ള അവകാശമുള്ളൂ. ഒന്നും കൂട്ടാതിരിക്കാൻ എന്നല്ല ഞാൻ പറഞ്ഞത്. കൂട്ടാൻ തീരുമാനിച്ചാലും അധികം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, നിങ്ങളത് വലിയൊരു വിവാദമായി എടുത്തു. എനിക്ക് അതിനകത്ത് വിഷമമുണ്ട്, പക്ഷേ ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. അങ്ങനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടല്ലായിരുന്നു അത് കാണേണ്ട. കാരണം അത്രയേറെ കേരളത്തിനെ ഇവർ ശ്വാസം മുട്ടിക്കുമ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. ഇപ്പോഴായാലും ഞാൻ പറയുന്നത്, നമുക്ക് കൂടുതൽ തൊഴിലവസരം, നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരം, നമ്മുടെ നാട്ടിലെ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി വരുന്നത് എന്താ? അതിനകത്ത് നിങ്ങളുടെ എല്ലാം നിർദ്ദേശങ്ങൾ ഓപ്പണാണ്, നിങ്ങളെല്ലാം അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് കളക്റ്റീവായിട്ട് ചെയ്യും. അല്ലാതെ ഗവൺമെന്റ് എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ധനകാര്യ വകുപ്പ് അല്ലെങ്കിൽ മന്ത്രി ഒറ്റയ്ക്ക് അതാണ്ട് കാര്യം ചെയ്തിട്ട് ഈ രാജ്യത്ത് എന്തെങ്കിലും സാധിക്കാനുണ്ടോ? നമുക്കെല്ലാം കൂടി നമ്മുടെ ഈ നാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതിപക്ഷത്തോടെ പറഞ്ഞത്, രാഷ്ട്രീയമായ വോട്ടിന്റെ കണക്കിലേ അല്ല പറഞ്ഞത്. എങ്ങനെ നമുക്ക് കിട്ടാനുള്ള, ഇനി എന്തൊക്കെ ചെയ്താലും 50,000 കോടി കിട്ടാതിരുന്നാൽ ആകെ 1,60,000 കോടിയോ 1,70,000 കോടിയോ ചെലവാക്കുന്നു. അതിൽ 40,000 35,000 കോടി കടമെടുത്തിട്ടാണ്, ബാക്കി നമ്മുടെ സ്വന്തമാണ്. അങ്ങനെ ചെലവാക്കുന്ന ഒരു എക്കണോമിയിൽ 50,000 കോടി കിട്ടാതിരുന്നാൽ 1/3 കിട്ടാതിരുന്നാൽ എന്ത് ചെയ്യും? നമ്മൾ എന്തൊക്കെ മാർഗം കാണിച്ചാലും, ഇപ്പം പെട്രോളിന്റെയും മദ്യത്തിന്റെയും അല്പം പണം കൂട്ടി, ഇന്നത്തെ പത്രത്തിലൊക്കെ കൊണ്ട് 750 കിട്ടിയുള്ളൂ. നമ്മളും പറഞ്ഞാൽ എന്താ, ഒരു 1000 താഴെ കിട്ടത്തുള്ളൂ. അതുവഴി ഒരു 900 കോടിയാണ് ഒരു മാസത്തെ വേണ്ടത്. അപ്പോൾ ആ പെൻഷന് വേണ്ടി മാത്രമല്ല, സോഷ്യൽ സെക്യൂരിറ്റി എന്ന നിലയിലാണ്. അതുകൊണ്ട് ആ കിട്ടാനില്ല. പക്ഷെ അതൊരു കാര്യമാണ്. എല്ലാ മേഖലയിലും വരുമാനം അങ്ങനെ വർദ്ധിക്കുന്നതല്ല എല്ലാ വർഷവും. അത്തരം ഒരു വരുമാനം വന്നതുകൊണ്ട് മാത്രം പറ്റുമോ? കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി മാത്രം 10-15,000 കോടി ചെലവാക്കുന്ന സ്റ്റേറ്റാണ്. 1,60,000 കോടി ചെലവാക്കുന്ന ഒരു സ്റ്റേറ്റിൽ അതിന്റെ 1/3 കേന്ദ്രം തരാതിരുന്നാൽ നമ്മൾ എത്ര വിചാരിച്ചാലും അതിന് റിസോഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ കളക്റ്റീവായിട്ട് നമ്മൾ ഇത് ആവശ്യപ്പെടണം. കണക്കുകളും നിങ്ങളുടെ മുന്നിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കും ആവശ്യപ്പെടാം. എന്ത് പറഞ്ഞാലും
അത് നമ്മൾ പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യം. അതിന് നിങ്ങളുടെ എല്ലാ സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഡാമേജ് ഉണ്ടാക്കിയത് പിന്നെ നിങ്ങളെല്ലാം കൂടെ വിചാരിച്ചോ ഡാമേജ് കുറെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ? നിങ്ങളെല്ലാവരും കൂടെ പറയുകയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ തന്നെ നല്ല സജഷൻ പറഞ്ഞാൽ നമുക്ക് എടുക്കാമെന്ന് എടുക്കാമല്ലോ. ഇതിനകത്ത് ഉള്ളത് എടുക്കാൻ ഓപ്പൺ ആണല്ലോ. ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം കേട്ടോ. ഇപ്പോൾ പ്ലാനും ബഡ്ജറ്റിൻ്റെ ഒക്കെ പൊതു പ്രക്രിയ ഉണ്ടെന്നാൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതിനകത്ത് എല്ലാവരുടെയും അഭിപ്രായം കേട്ട് തന്നെയാണ് ഇത്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ വളർച്ച, പൊതുരംഗത്തെ വളർച്ച നമ്മുടെ നിങ്ങളുടെ എല്ലാം കൂടെ ആവശ്യമല്ലേ? കേരളം വളരെ മെച്ചപ്പെട്ട് മുന്നോട്ട് വരണമെന്നുള്ളത്. അതനുസരിച്ച് എല്ലാ അഭിപ്രായം പറയാം. ഡാമേജ് ചെയ്യണമെങ്കിൽ നമുക്ക് ശത്രുത ഉണ്ടായില്ലേ ഡാമേജ് ചെയ്യാൻ നിൽക്കണ്ടേ? അത് ചെയ്യരുത്. ഇതെങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള കളക്റ്റീവായിട്ടുള്ള എല്ലാ എഫർട്ടും വേണം, പിന്തുണയും വേണം എന്നുള്ളതാണ്.